കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അഷ്ടപദിയിലെ 1-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നോക്കാൻ പോകുന്നത്. 4-ാമത്തെ ശ്ലോകം വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇത് ഇടാനായിട്ട് ലേറ്റായത്. അപ്പോൾ ഇന്ന് നമ്മൾ അഷ്ടപതി 1-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം, അതായത് അവതാരം, ഭഗവാന്റെ 5-ാമത്തെ അവതാരമാണല്ലോ വാമനാവതാരം. അപ്പോൾ ആ വാമനാവതാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന 5-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ചലയസി വിക്രമണി ബലി അത്ഭുത വാമന പദനക നീരജനിത ജനപാവന കേശവാദൃത വാമനരൂപ ജയ ജഗദീശ ഹരേ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ചലയസി. ചലയസി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന. അപ്പം ചലയസി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന. ഇനി അടുത്ത വാക്ക് ചലയസി വിക്രമണി. വിക്രമണി എന്ന് പറഞ്ഞാൽ അളക്കുക എന്നർത്ഥം. എന്താണ്? അളക്കുക. ഇനി അടുത്ത ബലി. ബലി എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് മഹാബലിയെ. അത്ഭുത വാമന. വാമന, അത്ഭുത വാമന. ഇനി അടുത്ത പദനഖ. പദനഖ എന്ന് പറഞ്ഞാൽ കാലിലെ നഖങ്ങൾ. നീര. നീര എന്ന് പറഞ്ഞാൽ ജലത്താൽ. ജനിത, ജനിച്ച. ജന, ജനങ്ങളെ. പാവന, ശുദ്ധമാക്കുന്ന. കേശവ, ധൃത. ധൃത എന്ന് പറഞ്ഞാൽ ധരിക്കുക. വാമന രൂപ. ജയ ജഗദീശ ഹരേ. ഇതാണ് ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഇത് അല്ലാതെ ഇതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ അത്ഭുത വാമന, അവിടം തൊട്ടാണ് തുടങ്ങുന്നത്. അത്ഭുത വാമന, അതായത് വാമനൻ്റെ അത്ഭുതമായിട്ടുള്ള രൂപം ധരിച്ച ഭഗവാന്റെ പാദനഖ നീര ജനിത. പാദനഖ, പാദത്തിലെ നഖത്തിൽ നിന്നും ജനിച്ച ജലത്താൽ ജനങ്ങളെ ശുദ്ധമാക്കുകയും ആ പാദങ്ങൾ കൊണ്ട്, ആ പാദങ്ങൾ 2 അടി കൊണ്ട് 3 ലോകങ്ങളും അളക്കുക വഴി മഹാബലിയെ കബളിപ്പിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുകയും ചെയ്ത വാമന രൂപം ധരിച്ച ഭഗവാനെ അവിടുന്ന് ജയിച്ചാലും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഈ പാദനഖത്തിൽ നിന്നും ജനിച്ച ജലത്താൽ ജനങ്ങളെ ശുദ്ധമാക്കുന്ന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം. അപ്പോൾ ആ ഗംഗാ നദിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വാമനാവതാരം കഥ ഏകദേശം നമ്മൾ കേരളീയരെല്ലാം ഓണം ആഘോഷിക്കുന്നു. അപ്പോൾ ആ ഓണത്തിൻ്റെ ഐതിഹ്യം ആയിട്ട് ഈ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും അദ്ദേഹം വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരികയും ചെയ്യുന്നതാണ് ഓണം. അങ്ങനൊരു ഐതിഹ്യം നമ്മുടെ കേരളത്തിലുള്ളതുകൊണ്ട് ഈ വാമനാവതാരം കഥ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, ഇല്ലേ? എന്നിരുന്നാലും നമുക്കതൊന്ന് കേൾക്കാം. അതായത് ഈ മഹാബലി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. അപ്പോൾ ഈ മഹാബലി നമ്മൾ കഴിഞ്ഞ, അതായത് 4-ാമത്തെ അവതാരമായ നരസിംഹ അവതാരം, അതിന് കാരണക്കാരനായ ഒരു ബാലകനുണ്ട്, അല്ലേ? ആരാണ്? പ്രഹ്ലാദൻ. അപ്പോൾ ആ പ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ മകനാണ്. അതായത് പ്രഹ്ലാദൻ്റെ
കൊച്ചുമകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മഹാബലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാബലിയും മുത്തച്ഛനെ പോലെ വിഷ്ണു ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം വിഷ്ണു ഭക്തൻ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു അസുര ചക്രവർത്തി ആണെങ്കിൽ കൂടി വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം. ദാനധർമ്മങ്ങൾക്കൊക്കെ വളരെ പേരുകേട്ട രാജാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബലി എന്ന് തന്നെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിച്ചത്. ബലി എന്ന് പറയുന്ന വാക്കിന് എന്താണ് അർത്ഥം? ദാനം. അപ്പോൾ അങ്ങേര് കേട്ട ചക്രവർത്തിയാണ് ആര്? മഹാബലി. അതുകൊണ്ട് ഇന്ദ്രസേനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കിന്, ആ പേരിനേക്കാൾ കൂടുതൽ അദ്ദേഹം മഹാബലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് യാഗങ്ങളൊക്കെ നടത്തി, 1000 അശ്വമേധ യാഗങ്ങളൊക്കെ നടത്തി അദ്ദേഹം ഇന്ദ്രന് തുല്യൻ ആയിട്ട് വാണു. അപ്പോൾ ഇന്ദ്രസമനായി മാറുകയാണ് ആര്? മഹാബലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. അപ്പോൾ ഇത് ആരെ അസ്വസ്ഥനാക്കി? ഇന്ദ്രന്. അപ്പോൾ ഇന്ദ്രന് എപ്പോഴും തൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് ചിന്ത. ഭൂമിയിൽ ആരെങ്കിലും ഇതേ കണക്ക് യാഗങ്ങളൊക്കെ നടത്തി യശസ് നേടുകയോ അല്ലേ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രനുടനെ അങ്ങ് പരിഭ്രമമാകും. കാരണം എന്താണ്? തൻ്റെ സ്ഥാനം പോകുമോ എന്ന്, തന്നേക്കാൾ വളരുമോ എന്നൊക്കെയുള്ള ചിന്ത. അപ്പോൾ ഈ ചിന്ത കാരണം എന്തു ചെയ്യും? ദേവേന്ദ്രൻ സൈനികരുമായിട്ട് ഈ മഹാബലിയെ ആക്രമിക്കും. അപ്പം മഹാബലി ഒരിക്കലും ദേവലോകം ആക്രമിക്കണമെന്നൊന്നും അന്ന് കണക്കൂട്ടിയിരുന്നില്ല. പക്ഷെ എന്തു ചെയ്യും? ഈ ഇന്ദ്രൻ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ മഹാബലിയെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധത്തിൽ വെച്ച് മഹാബലിയും മറ്റ് അസുരന്മാരുമൊക്കെ കൊല്ലപ്പെടുന്നു. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇവരെല്ലാവരും കൊല്ലപ്പെടുകയാണ്. എന്നാൽ അസുരന്മാരുടെ ഗുരുവായ ശുക്രാചാര്യർ എന്ത് ചെയ്യും? മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ബലിയെയും മറ്റ് അസുരന്മാരെയും എന്ത് ചെയ്യും? അവർക്ക് പുനർജീവിപ്പിക്കും അവരെ. അപ്പോൾ ഇങ്ങനെ പുനർജന്മം ലഭിക്കുന്ന മഹാബലി എന്ത് ചെയ്യും? വീണ്ടും ഒരുപാട് യാഗങ്ങളൊക്കെ നടത്തി ശക്തനാകും. എന്നിട്ട് എന്തു ചെയ്യും? ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്തും. കാരണം യാതൊരു കാരണവും ഇല്ലാതെ ദേവേന്ദ്രൻ വന്ന് തന്നെ ആക്രമിച്ചു ഇല്ലേ? താൻ അങ്ങോട്ടൊന്നിനും പോയില്ല. പക്ഷേ ഈ ദേവേന്ദ്രന് അപ്പം എന്ത് ചെയ്യണം? ദേവേന്ദ്രൻ്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മഹാബലി പോയിട്ട് എന്തു ചെയ്യും? ദേവലോകം ആക്രമിച്ച് കീഴടക്കുക. ഇപ്പോൾ 3 ലോകത്തിൻ്റെ അധിപതി ആരാണ്? മഹാബലി. എന്നിട്ടും മഹാബലി എന്ത് ചെയ്യുന്നു? ധർമ്മത്തിൽ അധിഷ്ഠിതമായി 3 ലോകവും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദേവന്മാർക്ക് അവരെ ദേവലോകത്ത് നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദേവന്മാരുടെ വിഷമാവസ്ഥ കാണുമ്പോൾ ദേവമാതാവായ അതിഥി, യഥാർത്ഥത്തിൽ നമ്മൾ കഥകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ദേവന്മാരും അസുരന്മാരും സഹോദരന്മാർ തന്നെയാണ്. കാരണം ഇവരുടെ അച്ഛൻ ഒരാളാണ്, കാശ്യപമുനിയാണ്. കാശ്യപമുനിയുടെ പത്നിയായ അതിഥിയുടെ മക്കളാണ് ദേവന്മാർ, പിന്നെ ദിതിയുടെ മക്കളാണ് അസുരന്മാർ. അപ്പോൾ ഈ ദേവന്മാരെന്ത് ചെയ്യും? അവരുടെ മാതാവായ അതിഥിയോട് എന്ന് സങ്കടം പറയും. ഇതേണക്ക് തങ്ങളെ ദേവലോകത്ത് നിന്നും പുറത്താക്കി, ഇത് അനീതിയാണ്, തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ദേവലോകം. അപ്പോൾ അവിടെ ഈ മഹാബലി ഭരണം നടത്തുകയാണിപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണം, അമ്മ എന്തേലും ഒരു ഉപായം കാണണമെന്നൊക്കെ ഈ അതിഥിയോട് എന്ന് ഈ ദേവന്മാർ പറയുകയാണ്. അപ്പോൾ അതിഥി എന്തു ചെയ്യും? തൻ്റെ ഭർത്താവായ കാശ്യപമുനിയോട് ഈ വിവരം പറയും, മക്കളെ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, അമ്മമാരെ മക്കളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും മക്കൾക്കൊരു സങ്കടം വരുമ്പോൾ അമ്മമാരെന്ത് ചെയ്യും? മക്കളുടെ ഭാഗത്ത് നിൽക്കും അല്ലേ? അപ്പോൾ അതിഥി കാശ്യപമുനിയോട് പറയും, നമ്മുടെ മക്കൾ ഇങ്ങനെ വിഷമത്തിലാണ്. അപ്പോൾ കാശ്യപമുനി പറയും, അത് ഇന്ദ്രൻ്റെ ഭാഗത്തും തെറ്റില്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടാണ് അവനിപ്പോൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നിരുന്നാലും ഈ സങ്കടത്തിൽ നിന്ന് ഇനി അവനെ രക്ഷിക്കണമെങ്കിൽ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭവതി എന്ത് ചെയ്യുക? മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. അതിന് പയോവ്രതം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്, അത് അനുഷ്ഠിക്കുക. അത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. അപ്പോൾ ആ വ്രതത്തിൻ്റെ നിഷ്ഠയൊക്കെ കാശ്യപമുനി അതിഥിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിഥി 12 ദിവസം എന്ത് ചെയ്യും? ഈ പയോവ്രതം അനുഷ്ഠിക്കും. അങ്ങനെ ഈ പയോവ്രതത്തിൻ്റെ അവസാനം മഹാവിഷ്ണു എന്ത് ചെയ്യുകയാണ്? അതിഥിക്ക് മുന്നിൽ
പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അതിഥി ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്, ഭഗവാനെ അവിടുന്ന് എൻ്റെ പുത്രനായി പിറന്ന് ഇപ്പം ദേവേന്ദ്രനും മറ്റ് ദേവകൾക്കും ഉണ്ടായ സങ്കടങ്ങൾ പരിഹരിച്ചു കൊടുക്കണം, അവിടുന്ന് എൻ്റെ പുത്രനായി പിറക്കണമെന്ന് അതിഥി ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അതിഥി ഈ വ്രതമെടുത്ത് വരം ചോദിച്ചില്ലേ, അത് നൽകാതിരിക്കാൻ ഭഗവാനാകില്ല. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, വരം കൊടുക്കുന്നു. അങ്ങനെ ഭഗവാൻ വാമനനായിട്ട് അതിഥിയുടെ പുത്രനായി ജനിക്കുകയാണ്. അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ തിരുവോണം നക്ഷത്രത്തിലാണ് ആര് ജനിക്കുന്നത്, ഭഗവാൻ വാമന അവതാരം എടുക്കുന്നത്. അതാണ് നമ്മൾ തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മൾ കൊണ്ടാടുന്നത്. അങ്ങനെ ഭഗവാൻ വാമന അവതാരം എടുക്കുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് പൊക്കം കുറവായതുകൊണ്ട് വാമനൻ എന്ന് നാമകരണം ചെയ്യുകയാണ്. ഉടനെ മറ്റ് ദേവതകളൊക്കെ വന്ന് ഈ കുട്ടിക്ക് വേണ്ടുന്ന സരസ്വതീ ദേവി ഒന്ന് ജപമാല കൊടുക്കുന്നു. അങ്ങനെ മാൻതോല് ഓരോ ദേവകൾ കൊടുക്കുന്നു. അങ്ങനെ ഓരോ ഭിക്ഷാടനത്തിന് വേണ്ടി ഒരു മുനിയുടെ ഒരു തപസ്സിയാണല്ലോ, ഒരു ബ്രഹ്മചാരിയാണ്. അപ്പോൾ ആ ബ്രഹ്മചാരിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം മറ്റ് ദേവകൾ കൊടുക്കുകയാണ്. കമണ്ടലു, ജപമാല, പുലിത്തോല്, അതേപോലെ കോണകം, ഇതെല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ ഈ കൊടുത്തിട്ട് ഈ കുട്ടി ഭിക്ഷയ്ക്കായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ വാമനൻ അപ്പം ഈ സമയം നമ്മുടെ ഭൂമിയിൽ മഹാബലി ഒരു വലിയ യാഗം നടത്തുകയാണ്. ഗോദാവരി നദിയുടെ തീരത്ത് ഒരു വലിയ യാഗം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു ആ യാഗത്തിൻ്റെ ഒരു വിശ്വജിത്ത് എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനൊരു യാഗം നടത്തുകയാണ്. അപ്പോൾ ആ യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാമന രൂപം ധരിച്ച നമ്മുടെ ഭഗവാൻ അവിടെ ആ യാഗഭൂമിയിലെത്തുകയാണ്. അപ്പം ഈ ബാലനെ കാണുമ്പോഴത്തേനും അതിദിവ്യനായിട്ടുള്ള എന്തോ ഒരു തേജസ്സും ഒരു ശക്തിയുമൊക്കെ ഉള്ള ഒരു അതീവ തേജസ്സുള്ള ഈ ബാലകനെ കാണുമ്പോൾ മഹാബലി ചക്രവർത്തി തൻ്റെ യാഗഭൂമി ഈ ബാലൻ്റെ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധമായതായിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. എന്തോ ഒരു ദിവ്യത്വം ആ ബാലനുള്ളതായിട്ട് തോന്നിയിട്ട് ഈ മഹാബലി ചക്രവർത്തി ആ വാമനെ ആനയിച്ച് ഒരു ഇരിപ്പിടമൊക്കെ നൽകി വേണ്ട രീതിയിൽ പൂജിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ആരാണ്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ ഇവിടെ വന്നത് എന്നൊക്കെ ഈ വാമന ബാലനോട് ചോദിക്കും. അപ്പോൾ വാമനൻ പറയും, ഞാനിങ്ങനെ ഭിക്ഷാടനം നടത്തിയാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ അങ്ങയെക്കുറിച്ച് ഞാൻ ഇതുവഴി പോയപ്പോൾ കേട്ടു, അങ്ങ് ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്തു, അങ്ങ് വലിയ വിഷ്ണു ഭക്തനാണ്. അപ്പോൾ അങ്ങയെ ഒന്ന് ദർശിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. എന്തായാലും അങ്ങയെ കണ്ടത് എനിക്ക് വളരെയധികം സന്തോഷമെന്നൊക്കെ പറഞ്ഞിട്ട് വാമനൻ പോകാൻ ഇറങ്ങുമ്പോൾ അപ്പോൾ മഹാബലി പറയും, എന്തായാലും അങ്ങ് ഇവിടം വരെ വന്നു, അങ്ങേക്ക് എന്താണ് ആവശ്യം, അപ്പോൾ അങ്ങേക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാനത് നൽകാമെന്ന് പറയും. അന്നേരം വാമനൻ പറയും, ഞാനെന്ന് പറയുന്നത് ബ്രഹ്മചാരിയാണ്, തപസ്സനുഷ്ഠിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പട്ടുവസ്ത്രങ്ങളോ രത്നങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ മഹാബലി പറയും, പിന്നെ എന്താണ് അങ്ങേക്ക് വേണ്ടുന്നത്, അങ്ങേക്ക് എന്ത് വേണമെന്ന്, ഒരു ഗ്രാമം വേണോ, ഒരു രാജ്യം വേണോ, എന്താണ് അങ്ങേക്ക് വേണ്ടുന്നത്, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും അങ്ങ് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ദാനം സ്വീകരിക്കണം. കാരണം അങ്ങേപ്പോലെ മഹത്തായ ഒരാൾക്ക് ദാനം നൽകാൻ കഴിഞ്ഞാൽ എൻ്റെ ഈ യാഗം തന്നെ സഫലമാകുമെന്ന് പറഞ്ഞിട്ട് മഹാബലി നിർബന്ധിക്കുമ്പോൾ ഈ വാമനൻ പറയും, അങ്ങനെയാണെങ്കിൽ അങ്ങ് എനിക്കൊരു കാര്യം ചെയ്യണം, ഞാനിപ്പോൾ ഈ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ ഭൂമിയിലാണ്. അപ്പോൾ എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാനായിട്ട് ഒരു 3 അടി ഭൂമി, അതായത് എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കുന്ന 3 അടി ഭൂമി എനിക്ക് തന്നാൽ മതി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മഹാബലിക്ക് അത്ഭുതമാകും. കാരണം ഒരു കൊച്ചു ബാലനാണ്, പൊക്കം ഇല്ലാത്ത ഒരു കുഞ്ഞു ബാലൻ. അപ്പോൾ ആ കുഞ്ഞു ബാലൻ അവൻ്റെ 3 അടി കൊണ്ട് അളന്നാൽ അവനൊന്ന് നല്ലതുപോലെ ഇരിക്കാൻ പോലും പറ്റുമോ എന്ന് മഹാബലിക്ക് സംശയമാണ്. അപ്പോൾ മഹാബലിയൊക്കെ എന്തിനാണ് അങ്ങ് 3 അടിയാക്കുന്നത്, ഞാൻ ഒരു ഗ്രാമം തന്നെ തരാമെന്ന് പറയുമ്പം വാമനൻ പറയും, വേണ്ട, എനിക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് 3 അടി തന്നെ ധാരാളം. അപ്പോൾ ഇത് എല്ലാം വീക്ഷിക്കുന്ന ശുക്രാചാര്യർക്ക് മനസ്സിലാകും, ഇത് സാധാരണ ബാലനല്ല,
ഇത് വേഷം മാറി വന്ന് നിൽക്കുന്ന വിഷ്ണുവാണ്. അപ്പോൾ ഇതിനിടയിൽ മഹാബലി ഈ ബാലനോട് പറയും, ഞാൻ അങ്ങേക്ക് 3 അടി ഭൂമി തീർച്ചയായും ദാനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശുക്രാചാര്യർ ഓടി വന്നിട്ട് മഹാബലിയുടെ ചെവിയിൽ പറയും, ഇത് പിന്നെ മഹാബലി, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു സാധാരണ ബാലകനല്ല, ഇത് വേഷം മാറി വന്ന് നിൽക്കുന്ന വിഷ്ണുവാണ്, നിന്നെ ചതിക്കും, അതുകൊണ്ട് നീ ഇത് ദാനം ചെയ്യരുത്. അപ്പോൾ മഹാബലിക്ക് ഒന്നും കൂടി സന്തോഷമാകും. അപ്പം മഹാബലി പറയും, മഹാവിഷ്ണു ഭഗവാനെ ചോദിക്കുന്നു, ഇതിപ്പരം ഒരു സുഹൃത എനിക്കിനി എന്താണ് ഉണ്ടാകാനുള്ളത്? ഞാൻ എന്തായാലും വാക്ക് കൊടുത്തു, ഞാൻ ഭൂമി ദാനം ചെയ്യുമെന്ന്. ഇനി എനിക്ക് എന്ത് വന്നാലും ശരി, ഞാൻ ഈ ദാനം നിർവഹിക്കും എന്ന് പറഞ്ഞിട്ട് മഹാബലി എന്ത് ചെയ്യുകയാണ്? ദാനം ഭഗവാന് 3 അടി ഭൂമി ദാനം നൽകുകയാണ്. അപ്പോൾ ഈ ദാനം നൽകിയ ഉടനെ എന്ത് സംഭവിക്കും? വാമനൻ ആകാശം മുട്ട വളരാൻ തുടങ്ങും. അങ്ങനെ ആകാശം മുട്ട വളർന്ന വാമനൻ തൻ്റെ 1-ാമത്തെ അടി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയും സ്വർഗവും ഇളക്കും. അപ്പോൾ ഭഗവാന്റെ പാദം ഇങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പോൾ, ബ്രഹ്മലോകത്തിലൂടെയൊക്കെയാണ് ഈ പാദം പോകുന്നത്. അപ്പോൾ ആ ബ്രഹ്മലോകത്തെ ഭഗവാന്റെ പാദം എത്തുമ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലൂരിൽ നിന്ന് അല്പം വെള്ളം ഭഗവാന്റെ പാദത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ പാദത്തിൽ വീഴുന്ന ജലം ആ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ച് ദേവമന്ദാകിനിയിൽ പതിക്കുകയാണ്. അങ്ങനെ ദേവമന്ദാകിനിയിൽ പതിക്കുമ്പോൾ അത് ശുദ്ധമായി മാറുന്നു. അതാണ് പിന്നീട് ഗംഗയായി മാറുന്നത്. ഭഗീരഥൻ പിന്നീട് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന പുണ്യനദിയായ ഗംഗയായി മാറുന്നത് ഈ ഭഗവാന്റെ പാദജലം വീണ ദേവമന്ദാകിനിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാദനഖ നീര ജനിത ജന പാവന. അങ്ങയുടെ ആ കാൽപാദത്തിൽ നിന്നും ഉത്ഭവിച്ച ആ ജലത്താൽ ജനങ്ങളെ പരിശുദ്ധരാക്കുന്ന എന്നിവിടെ പറയാൻ കാര്യം അതാണ്. അപ്പോൾ അങ്ങനെയാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഭൂമിയും സ്വർഗവും അളന്നു, 2-ാമത്തെ അടി കൊണ്ട് പാതാളവും അളന്നു, ഇനി 3-ാമത്തെ അടി വെക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ വാമനൻ ചോദിക്കും, മഹാബലി ചക്രവർത്തി, അങ്ങ് എനിക്ക് വാക്ക് തന്നു 3 അടി നൽകാമെന്ന്. പക്ഷേ ഞാൻ 2 അടി കൊണ്ട് 3 ലോകങ്ങളും അളന്നു കഴിഞ്ഞു. ഇനി എനിക്ക് 3-ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ മഹാബലി എന്തു ചെയ്യും? തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കും. അത് ഇനി 3-ാമത്തെ അടി ഭഗവാൻ എൻ്റെ ശിരസിലേക്ക് വെച്ചോളൂ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അങ്ങനെ ചവിട്ടി അങ്ങ് താഴ്ത്തുകയല്ല ചെയ്യുന്നത്. അത് അവിടെ അങ്ങനെ പറയാൻ കാര്യം, ഭഗവാൻ 3-ാമത്തെ അടി വെച്ച് അതായത് ഭഗവാന് മുന്നിൽ ശിരസ് കുനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് മുന്നിൽ കീഴടങ്ങി. അയാളുടെ മഹാബലി എല്ലാം കൊണ്ടും നല്ലവനായ ഒരു ചക്രവർത്തിയാണ്, ധർമ്മിഷ്ഠനാണ്. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കും, ഞാനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരവും ആര് വന്നാലും ഇങ്ങ് ദാനം കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അഹങ്കാരം മാത്രമാണ് മഹാബലിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അഹങ്കാരതയാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ചവിട്ടി താഴ്ത്തുന്നത്, അല്ലാതെ മഹാബലിയെ അല്ല. എന്നിട്ട് ഭഗവാൻ അവിടെ യഥാർത്ഥത്തിൽ മഹാബലി ഇന്ദ്രതുല്യനാണ്. അതും ഭഗവാന് നന്നായിട്ട് അറിയാം, വിഷ്ണു ഭക്തനാണ്. അതുകൊണ്ട് ഭഗവാൻ മഹാബലിയോട് പറയുന്നുണ്ട്, മഹാബലി ഈ മന്വന്തരത്തിൽ ഇന്ദ്രനായി വാഴേണ്ട ആളാണ് ഇപ്പോൾ അവിടെ ദേവലോകം ഭരിക്കേണ്ടത്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഈ ദേവലോകത്തിൻ്റെ ആധിപത്യം നീ ഇന്ദ്രന് തന്നെ തിരിച്ചു കൊടുക്കുക. പക്ഷേ അടുത്ത മന്വന്തരത്തിൽ, അതായത് 8-ാമത്തെ, ഇപ്പോൾ 7-ാമത്തെ മന്വന്തരമാണ്. അപ്പോൾ 8-ാമത്തെ മന്വന്തരത്തിൽ നീ ആയിരിക്കും ഇന്ദ്രൻ. അതുവരെ നീ എന്തു ചെയ്യണം? അസുരന്മാർക്കുള്ള സുതലത്തിൽ ആണ് നീ ഇനി ഭരിക്കേണ്ടത്. അവിടെ പോയി നീ വസിക്കുക. അതുവരെ അതായത് നീ ആ സുതലത്തിൽ പാർക്കുമ്പോൾ നിനക്ക് കാവലായിട്ട് എപ്പോഴും ഞാനുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു വാക്കും അനുഗ്രഹവും ഭഗവാൻ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഈ ഓരോരുത്തർക്കും ഓരോ അർഹമായ സ്ഥാനമുണ്ട്. അതിനപ്പുറം ആരും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കാനായിട്ട് അല്ലേ അത് കവർന്നെടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഈ മന്വന്തരത്തിൽ ഇന്ദ്രൻ അയാൾ എന്ത് തെറ്റ് ചെയ്താലാ ഈ മന്വന്തരത്തിൽ
അയാൾക്ക് തന്നെയാണ് അതിനുള്ള അധികാരം. ഇനി അടുത്ത മന്വന്തരത്തിൽ ആരാണ് ഇന്ദ്രനാകുക? മഹേന്ദ്രനാണാകുക. ആരാണാകുന്നത്? മഹാബലിയാണ്. 8-ാം മന്വന്തരത്തിൽ ഇന്ദ്രനായി വാഴുന്നത് മഹാബലിയാണ്. അതുവരെ സുതലം എന്ന് പറയുന്ന മനോഹരമായ ലോകത്ത് മഹാബലി വസിക്കണം. അപ്പോൾ അവിടെ കാവലായിട്ട് ആരുണ്ട്? മഹാവിഷ്ണു ഭഗവാനുണ്ട്. അപ്പോൾ ഇത് രാമായണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ രാവണൻ ഒരിക്കൽ മഹാബലിയെ കാണാൻ പോകുന്നുണ്ട് ഈ സുതലത്തിൽ. അങ്ങനെ മഹാബലിയെ കാണാൻ സുതലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കുട്ടി, ഈ രാവണൻ ചെല്ലുമ്പോൾ അവിടെ കൊട്ടാരത്തിന് പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടി രാവണനോട് ചോദിക്കുക, ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പറയും, ശരി ഞാൻ പോയി എൻ്റെ യജമാനോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോകുന്നുണ്ട് അകത്തേക്ക്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ വേഷം ധരിച്ച് അവിടെ നിൽക്കുന്നത് ആരാണ്? അത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ്. അപ്പോൾ എപ്പോഴും ഭഗവാൻ ഈ മഹാബലിക്ക് കാവലായിട്ട് അവിടെ നിൽപ്പുണ്ട്. മഹാബലി എന്ന് പറയുന്ന മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. അപ്പോൾ ആ ഭക്തൻ്റെ ദാസനായി ഭഗവാൻ അവിടെ മാറുകയാണ്. അങ്ങനെ അടുത്ത മന്വന്തരത്തിലാണ് മഹാബലിക്ക് ഇന്ദ്രപ്പെട്ട. അപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ മഹാബലിയെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ചവിട്ടി താഴ്ത്തുന്നത് യഥാർത്ഥത്തിൽ മഹാബലിയുടെ ഗർവിനെയാണ്, അഹങ്കാരത്തെയാണ്. അപ്പോൾ ഈ കഥയാണ് നമ്മുടെ ജയദേവ കവികൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാകും. അതായത് അത്ഭുത വാമന രൂപം ധരിച്ച ഭഗവാന്റെ പാദനഖങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ആ ജലത്താൽ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? പരിശുദ്ധരാക്കുന്നു. അപ്പോൾ ആ പാദങ്ങൾ കൊണ്ട് അങ്ങ് രണ്ടടി കൊണ്ട് 3 ലോകവും വളർന്ന് മഹാബലിയെ വഞ്ചിച്ചു അല്ലേ? അങ്ങനെയുള്ള വാമന രൂപം ധരിച്ച ഭഗവാനെ ജഗദീശ അവിടുന്ന് വിജയിച്ചാലും. ഇതാണ് 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ കൃഷ്ണാമൃതം ചാനലിലെ എല്ലാ ഗോപന്മാർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ജയ് ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു.